അമ്മയുടെയും ബാക്കിയുള്ള പാലസെറ്റുകളുടെയും പ്ലാനൊന്നും അറിയാതെ ചുഹുയി തൻ്റെ കൾട്ടിവേഷൻ കൂട്ടുന്നതിന് വേണ്ടി തിങ്ങാൻ്റെ സ്പിരിച്വൽ എനർജി ഉപയോഗിക്കാനായി അവളെ പിടികൂടിക്കൊണ്ടുവരാൻ ഒരു ജോലിക്കാരനെ പറഞ്ഞയക്കുന്നു. അയാൾ അതിനായി ചെന്ന സമയത്താണ് സിമാജിയാവോ അവിടെ എത്തിയത്. അയാളെ കൊന്നിട്ട് തിങ്ങാനെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നു. അവളുടെ അവസ്ഥ കണ്ടപ്പോൾ സിമാജിയാവോ കരഞ്ഞു പോകുന്നുണ്ട്. അവരുടെയൊക്കെ കൾട്ടിവേഷൻ എന്നെക്കാൾ വളരെ മുകളിലാണ്, അതുകൊണ്ടാണ് ഞാൻ അവരുമായി ഫൈറ്റ് ചെയ്യാൻ ശ്രമിക്കാതിരുന്നത് എന്നൊക്കെ തിങ്ങാൻ വിഷമത്തോടെ പറയുന്നു. അവളുടെ ശരീരത്തിൽ പല ഭാഗത്തായി ധാരാളം മുറിവുകളുണ്ടായിരുന്നു. അതൊക്കെ കണ്ടപ്പോൾ അവന് വല്ലാത്ത വിഷമം ഫീൽ ചെയ്യുന്നു. നിന്നെ കാണുന്നത് വരെ എനിക്കിതൊന്നും വേദന തോന്നുന്നുണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പോൾ നിന്നെ കണ്ടപ്പോൾ എൻ്റെ ദേഹം ആകെ വേദനിക്കാൻ തുടങ്ങുന്നുവെന്ന് അവൾ പറയുന്നുണ്ട്. അവളുടെ മുഖത്തെ മുറിവിൽ അവൻ വിഷമത്തോടെ ഒന്ന് ഉമ്മ വയ്ക്കുന്നുണ്ട്. അതിനുശേഷം അവളെയും താങ്ങിയെടുത്തുകൊണ്ട് അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നു. ആരെയോ കൊല്ലാനുള്ള പുറപ്പാടാണെന്ന് അവൻ്റെ ആ പോക്ക് കണ്ടപ്പോൾ തന്നെ തിങ്ങാനും മനസ്സിലാവുന്നുണ്ട്. ചുഹുയുടെ അടുത്തേക്കാണ് അവൻ തിങ്ങാനെയും കൊണ്ട് ചെന്നത്. അപ്പോൾ അവർ രണ്ടുപേരും വേറെ രൂപത്തിലാണല്ലോ, അതുകൊണ്ട് തന്നെ ചുഹുയ്ക്ക് അവരെ മനസ്സിലാവുന്നില്ല. അവളെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകുന്നതിന് അവൾ അവനെ കൂടി കുറ്റപ്പെടുത്തി തൻ്റെ ജോലിക്കാരെ അവിടേക്ക് വിളിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴേക്കും സിമാജിയാവോ ആ മാജിക്കൊക്കെ മാറ്റിയിട്ട് സ്വന്തം രൂപത്തിലേക്കാവുന്നു. അങ്ങനെ അവരെ കണ്ടതോടെ ചുഹുയി ആകെ പേടിച്ചു പോകുന്നു. ചുഹുയി രക്ഷപ്പെടാനൊരു ശ്രമമൊക്കെ നടത്തി നോക്കുന്നുണ്ടെങ്കിലും അതൊന്നും സിമാജിയാവോയുടെ മുന്നിൽ വില പോകുന്നില്ല. അപ്പോഴേക്കും ബാക്കി പാലസെറ്റുകളെല്ലാം കൂടി ഷിയുടെ നേതൃത്വത്തിൽ അവിടെ എത്തുന്നു. അവർ വന്നുവെന്ന് സിമാജിയാവോ അപ്പോൾ തന്നെ അറിയുന്നുണ്ട്. ഷിയുടെ നേതൃത്വത്തിൽ പാലസെറ്റുകളെല്ലാം കൂടി ആ ബിൽഡിങ്ങിന് ചുറ്റും ഒരു സീലുണ്ടാക്കാൻ തുടങ്ങുന്നു. അപ്പോഴേക്കും ചുഹുയെ പുറത്തേക്ക് എറിഞ്ഞുകൊണ്ട് സിമാജിയാവും പിന്നാലെ ഇറങ്ങി വരുന്നുണ്ട്. ചുഹുയുടെ കണ്ടീഷൻ കണ്ടപ്പോൾ അവളെ രക്ഷിക്കണമെന്ന് അവളുടെ അമ്മ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ഇപ്പോൾ പ്രയോറിറ്റി നൽകേണ്ടത് സിമാജിയാവോയെ പിടികൂടാനാണ്. അതുകൊണ്ട് ക്ഷമയോടെ ആദ്യം അത് ചെയ്യാൻ പറഞ്ഞ് ഷീ അവരെ എതിർക്കുകയാണ്. അപ്പോഴേക്കും നിഞ്ചുവും സിമാജിയാവോയുടെ അടുത്തേക്ക് എത്തുന്നു. തിങ്ങാൻ്റെ മുഖത്ത് ചുഹുയി ഉണ്ടാക്കിയതുപോലെ ഒരു മുറിവ് തിരിച്ച് അവളുടെ മുഖത്തും ഉണ്ടാക്കാൻ സിമാജിയാവോ തിങ്ങാനോട് ആവശ്യപ്പെടുന്നു. അവളെ കൊല്ലാനും പറയുന്നുണ്ട്. പക്ഷേ തിങ്ങാൻ അതിനെ സമ്മതിക്കുന്നില്ല. അങ്ങനെ ആരെയും കൊല്ലാൻ തിങ്ങാനും മനസ്സുണ്ടായിരുന്നില്ല. അതിനുവേണ്ടി വലിയ തെറ്റൊന്നും അവൾ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ തിങ്ങാൻ മടിച്ചു നിൽക്കുകയാണ്. എൻ്റെ മകൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല. അവളെ ജീവനോടെ വിടുകയാണെങ്കിൽ ഇപ്പോഴുള്ള കണ്ടീഷനിൽ എന്തെങ്കിലും മാറ്റം വരുത്താനൊക്കെ ശ്രമിക്കാമെന്നൊക്കെ ചുഹുയുടെ അമ്മ അവിടെ നിന്ന് വിളിച്ച് പറയുന്നുണ്ട്. പക്ഷേ സിമാജിയാവോ ഒന്നും മൈൻഡ് ചെയ്യുന്നേയില്ല. അവനെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് തിങ്ങാൻ തനിക്ക് നന്നായി വയറുവേദന അനുഭവപ്പെടുന്നു. ഉള്ളിലുള്ള മുറിവുകളൊക്കെ വളരെ വലുതാണ്. എത്രയും പെട്ടെന്ന് എന്നെ തിരികെ കൊണ്ടുപോയി ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും എന്നൊക്കെ പറഞ്ഞ് സിമാജിയാവോ അവിടെ നിന്ന് തിരികെ പോകാൻ നിർബന്ധിക്കുന്നു. അങ്ങനെ തിങ്ങാൻ്റെ നിർബന്ധം കാരണം സിമാജിയാവോ അവളെ കൊല്ലാതെ വിടാമെന്ന് സമ്മതിക്കുന്നുണ്ട്. പക്ഷേ അവൾ ആ ചെയ്തതിന് പകരമായിട്ട് അവളുടെ കൾട്ടിവേഷൻ മുഴുവൻ അവനെടുക്കുന്നു. എന്നിട്ട് അവളെ പുറത്തേക്ക് എറിഞ്ഞു കൊടുക്കുന്നുണ്ട്. മകൾക്ക് സംഭവിച്ചത് കണ്ട് ചുഹുയുടെ അമ്മ ഷിയോട് ദേഷ്യപ്പെടുന്നുണ്ടെങ്കിലും അവർ സിമാജിയാവോയെ കൊല്ലുമെന്ന് പറഞ്ഞ വാശിയോടെ കൂടുതൽ ശക്തമായി അവനെ ആക്രമിക്കുന്നു. സിമാജിയാവോയ്ക്ക് ഈ സീൽ തകർത്ത് പോകാൻ കഴിയില്ല എന്നാണ് ഷിയുടെ പ്രതീക്ഷ. അവനങ്ങനെ സാധിക്കുമായിരുന്നെങ്കിൽ അവൻ രക്ഷപ്പെടേണ്ട സമയം കഴിഞ്ഞു. അവൻ്റെ പരിക്ക് വളരെ വലുതായതുകൊണ്ട് തന്നെ അവിടെ നിന്ന് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഷീ സിമാജിയാവോയെ വെല്ലുവിളിക്കുന്നുണ്ട്. റൂലിങ്ങും തങ്ങൾക്കെതിരായി ഫൈറ്റ് ചെയ്യുന്നത് കണ്ട് തിങ്ങാനും നിഞ്ചുവും കൂടി അവളെ പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സീക്രട്ട് മെസ്സേജ് അവളുടെ അടുത്തേക്ക് അയച്ച് അവളുമായി സംസാരിക്കുന്നു. നീ ഇങ്ങനെ ഞങ്ങൾക്കെതിരെ നിന്നാൽ ഇനി നമുക്ക് എങ്ങനെയാണ് ഫ്രണ്ട്സ് ആയിരിക്കാൻ സാധിക്കുന്നതെന്ന് തിങ്ങാൻ ചോദിച്ചപ്പോൾ സിമാജിയാവോയെ കൊല്ലാൻ ഞാൻ തീരുമാനിച്ചതോടെ നിങ്ങളുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പും ഞാൻ അവസാനിപ്പിച്ചു. ഇങ്ങനെയൊരു ദിവസം വരുമെന്ന് അന്നേ ഞാൻ കണക്കൂട്ടിയതാണ് എന്ന് പറഞ്ഞ് ആ മെസ്സഞ്ചർ ഫ്ലൈസിനെ റൂളിംഗ് നശിപ്പിക്കുന്നു. അതിനുശേഷം വീണ്ടും അവർക്കെതിരായി ഫൈറ്റ് ചെയ്യുന്നുണ്ട്. സീൽ ഏകദേശം പൂർത്തിയായതുകൊണ്ട് തന്നെ സിമാജിയാവോ ഇനി രക്ഷപ്പെടില്ല എന്ന് ഷീ ഉറപ്പിച്ചതായിരുന്നു. പക്ഷെ ആ സമയത്ത് തന്നെ സിമാജിയാവോ അത് നശിപ്പിച്ചിട്ട് തിങ്ങാനെയും കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. നിഞ്ചുവും രക്ഷപ്പെട്ടു പോകുന്നു. അങ്ങനെ ആ സീൽ തകരുന്നുണ്ട്. പാലസെറ്റുകളിൽ ആരോ അവനെ രഹസ്യമായി സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവനിങ്ങനെ രക്ഷപ്പെടാൻ സാധിച്ചതെന്ന് ഷീക്ക് മനസ്സിലാവുന്നു. പക്ഷെ ആരാണെന്ന് അയാൾക്ക് പിടികിട്ടുന്നില്ല. ആദ്യം അയാൾക്ക് സംശയം തോന്നിയത് റൂളിങ്ങിനെയാണ്. അങ്ങനെ അയാൾ റൂളിങ്ങിൻ്റെ അടുത്തേക്ക് ചെന്ന് അതിനെപ്പറ്റി ചോദിക്കുന്നുണ്ട്. പക്ഷെ തന്നെ അങ്ങനെ സംശയിക്കേണ്ട ആവശ്യമില്ല, താൻ അവരെ സഹായിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് റൂളിങ് അവിടെ നിന്ന് പോകുന്നു. പിന്നെ ആരായിരിക്കും ഇതിന് പിന്നിലെന്ന് ഷീക്ക് മനസ്സിലാവുന്നില്ല. സിമാജിയാവോ തിങ്ങാനെയും കൊണ്ട് ആ ഫ്ലൈയിങ് പവലിയനിലേക്കായിരുന്നു പോയത്. അവൻ്റെ ആരോഗ്യവും വളരെ മോശമായിരിക്കുന്നു. പക്ഷെ കുഴപ്പമൊന്നുമില്ല, കുറച്ച് റെസ്റ്റ് എടുത്താൽ ശരിയാവും എന്നാണ് അവൻ തിങ്ങാനോട് പറഞ്ഞത്. പാലസെറ്റുകളിൽ ആരോ ഒരാൾ അവനെ സഹായിച്ചിട്ടുണ്ട് എന്ന് തിങ്ങാനും മനസ്സിലാവുന്നു. മാസ്റ്റർ യുവാനാണ് തന്നെ സഹായിച്ചത്. അയാളെ ഷീ സംശയിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് റൂളിങ്ങുമായിട്ടുള്ള അവളുടെ ഫ്രണ്ട്ഷിപ്പ് കുറച്ചുകൂടി കൂട്ടാനുള്ള ശ്രമമൊക്കെ നടത്തിയത്. അതുകൊണ്ട് റൂളിങ്ങിനെ ആയിരിക്കും സംശയിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യമൊക്കെ സിമാജിയാവോ അവളോടും പറയുന്നുണ്ട്. ഇങ്ങനെ ഒരു സഹായം കിട്ടിയില്ലായിരുന്നെങ്കിൽ അവൻ ഇങ്ങനെ അപകടം പിടിച്ച സ്ഥലത്തേക്ക് വരുമ്പോൾ അവൻ്റെ ജീവൻ തന്നെ അപകടത്തിലാവുമായിരുന്നല്ലോ. ഇത്ര റിസ്ക് എടുത്ത് തന്നെ രക്ഷിക്കാൻ വന്നത് എന്തിനാണെന്ന് തിങ്ങാൻ അവനോട് ചോദിക്കുന്നു. അങ്ങനെയൊന്നും സംഭവിക്കില്ല, അദ്ദേഹം നല്ല വിശ്വസ്തനാണെന്ന് പറഞ്ഞ് അവൻ അവളെ സമാധാനിപ്പിക്കുന്നു. റൂളിംഗ് ഇങ്ങനെ തന്നെ ചതിച്ചതിൽ തിങ്ങാൻ നല്ല വിഷമമുണ്ട്. നല്ലൊരു ഫ്രണ്ടിന് നഷ്ടമായതിൻ്റെ വിഷമമാണ് അവൾക്ക്. ഇങ്ങനെയുള്ള ഫ്രണ്ട്സ് ഇല്ലാതിരിക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് പറഞ്ഞ് സിമാജിയാവോ അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇക്കാര്യം കൊണ്ട് മാത്രമല്ല, അല്ലെങ്കിൽ തന്നെ അടുത്തിടെയായി എന്തോ പ്രശ്നമുള്ളതുപോലെയാണ് ഫീൽ ചെയ്യുന്നത്. എന്താണ് കാര്യമെന്നൊന്നും മനസ്സിലാവുന്നില്ല.
എന്നൊക്കെ അവൾ പറഞ്ഞപ്പോൾ അവനെന്തോ സംശയിക്കുന്നുണ്ട്. പക്ഷേ ആദ്യം അവളുടെ മുറിവുകൾ ഭേദമാക്കിയ ശേഷം അതിനെപ്പറ്റി ചിന്തിക്കാമെന്ന് പറഞ്ഞ് അവൻ തൽക്കാലം അവളെ ആശ്വസിപ്പിക്കുന്നു. ഇങ്ങനെ തിങ്ങാനെയും നിഞ്ചുവിനെയും ഒക്കെ ചതിച്ചതിൽ റൂളിങ്ങിനും നല്ല വിഷമമുണ്ട്. പക്ഷേ അവളുടെ വംശക്കാരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് പോവേണ്ടത് അവളുടെ ഉത്തരവാദിത്തമാണല്ലോ. അതുകൊണ്ട് തന്നെ തൽക്കാലം ഈ വിഷമം സഹിക്കാൻ തന്നെ അവൾക്ക് തീരുമാനിക്കേണ്ടി വരുന്നു. സിമാജിയാവോ അടുത്ത ദിവസം തിങ്ങാനെ കുറിച്ച് മരുന്നൊക്കെ കളക്ട് ചെയ്തുകൊണ്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് കഴിച്ചിട്ടും അവളുടെ കണ്ടീഷൻ പെട്ടെന്നൊന്നും റെഡി ആവുന്നില്ല. അവളുടെ ശരീരത്തിലെ മുറിവുകൾ കണ്ടപ്പോൾ അവന് വീണ്ടും വിഷമം വരുന്നു. അവർ നിന്നെ ഇത്രയൊക്കെ ഉപദ്രവിക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവരെ ഞാൻ എന്നെ കൊന്നേനെ എന്നൊക്കെ പറഞ്ഞ് അവൻ തൻ്റെ വിഷമം പറയുന്നുണ്ട്. എന്തായാലും അവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചല്ലോ എന്ന് പറഞ്ഞ് അവൾ സമാധാനിപ്പിക്കുന്നു. അവൻ അവളുടെ കയ്യിൽ ഒരു മുറിവ് ഭേദമാക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും അവളുടെ ശരീരത്തിൽ പല ഭാഗത്തും മുറിവുകൾ ബാക്കിയാണ്. മാത്രമല്ല ഉള്ളിലെ മുറിവും ഭേദമായിട്ടില്ല. അതൊക്കെ എളുപ്പത്തിൽ ഭേദമാവാനുള്ള ഏറ്റവും നല്ല വഴി മുമ്പ് അവനെ അവൾ ട്രീറ്റ് ചെയ്തതുപോലെ തിരിച്ച് സോൾ ബോണ്ട് ഉപയോഗിച്ച് അവൻ അവളെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അവളോട് അനുവാദം ചോദിച്ചിട്ട് അവൻ അങ്ങനെ സോൾ ബോണ്ട് ഉപയോഗിച്ച് അവളെ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. ഈ സമയത്ത് അവളുടെ സോൾ മാനറിനുള്ളിൽ അവൻ്റെ ഫ്ലെയിം ഫ്ലവർ പോലെ ഒരു ഫ്ലവർ വിരിയുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ചൂട് തിങ്ങാൻ സഹിക്കാൻ കഴിയാതെ ആവുന്നു. അങ്ങനെ അവൻ എന്താണ് ചെയ്യുന്നതെന്ന് അവൾ അവനോട് ചോദിക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചൂടിതാണ്. നിനക്ക് ബുദ്ധിമുട്ടാവുന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, അപ്പോൾ ഞാൻ മതിയാക്കാം. എന്തായാലും ഇനി ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അവനത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇനി ഇങ്ങനെ എന്തെങ്കിലും പരിക്ക് പറ്റിയാൽ നിന്നെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞുകൊണ്ടാണ് അവനത് ചെയ്തത്. അവൻ തൻ്റെ കാര്യത്തിൽ എത്രമാത്രം കെയർ ചെയ്യുന്നുണ്ട്, എത്രത്തോളം അവന് തന്നെ ഇഷ്ടമാണ് എന്നൊക്കെ തിങ്ങാനിപ്പോൾ ശരിക്കും ബോധ്യപ്പെട്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ അവൻ ഒരിക്കലും തന്നെ കൊല്ലാൻ പോകുന്നില്ല എന്ന് അവൾ തമാശയായിട്ടാണെങ്കിലും പറയുന്നുണ്ട്. എന്തായാലും അവളുടെ ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇതിനിടയിൽ സിമാജിയാവോയുടെ സോൾ മാനറിൽ ഒരു ചെടി നാമ്പിട്ട് അത് വളർന്ന് അതിൽ പൂവുണ്ടാവുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. എന്തായാലും അടുത്ത ദിവസം രാവിലെ ആയപ്പോഴേക്കും തിങ്ങാൻ്റെ മുറിവുകളൊക്കെ ഭേദമായിരുന്നു. സിമാജിയാവോ ഉണർന്ന ശേഷം അവളുടെ കണ്ടീഷൻ എങ്ങനെയുണ്ട് എന്ന് ചെക്ക് ചെയ്യുന്നു. തിങ്ങാൻ ഇതൊന്നും അറിയാതെ നല്ല ഉറക്കത്തിലാണ്. സിമാജിയാവോയെ കൊല്ലാൻ ഷിയുമായി ഡീലുണ്ടാക്കിയതുകൊണ്ട് തന്നെ റൂളിംഗ് ഇപ്പോൾ സാങ്ലാനെ സ്വതന്ത്രയാക്കുന്നു. മുമ്പ് അവൾ സാങ്ലാനെ തടവിലാക്കിയിരിക്കുകയായിരുന്നല്ലോ. താനിങ്ങനെ ഷിയുമായി ഡീലുണ്ടാക്കിയ കാര്യം അവൾ സാങ്ലാനോട് പറയുന്നുണ്ട്. അതോടെ സാങ്ലാന് അതുവരെ ഉണ്ടായിരുന്ന പരിഭവമൊക്കെ തീരുന്നു. പിന്നെ കുറച്ച് ദിവസത്തെ വിശേഷങ്ങൾ രണ്ടുപേരും പരസ്പരം പങ്കുവയ്ക്കുന്നുണ്ട്. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസത്തെ സംഭവങ്ങൾ റൂളിംഗ് അവളോട് പറഞ്ഞത്. ഷീ തന്നെ സംശയിച്ചതിനെക്കുറിച്ചും അവൾ പറയുന്നുണ്ട്. ഷീ അങ്ങനെ ഒരു സംശയം പറഞ്ഞതുകൊണ്ട് തന്നെ ഇനി അയാൾ തങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധാലുവായിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അയാളുടെ എന്തെങ്കിലും ഫ്ലോ കണ്ടുപിടിച്ച് അയാൾക്കെതിരായി അത് പ്രയോഗിച്ചാലോ, വേണമെങ്കിൽ ഞാൻ തന്നെ നേരിട്ട് പോയി അത് ചെയ്യാമെന്ന് സാങ്ലാൻ പറയുന്നു. പക്ഷേ തൽക്കാലം അതിൻ്റെ ഒന്നും ആവശ്യമില്ല, വേണ്ട കാര്യങ്ങളൊക്കെ താൻ തന്നെ ചെയ്തോളാമെന്ന് റൂളിംഗ് അവളോട് പറയുന്നുണ്ട്. ഇവർ ഈ സംസാരിക്കുന്നതൊക്കെ ഷിയുടെ ഒരു സ്പൈ അവിടെ മറിഞ്ഞെന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. റൂളിങ്ങിനെ വാച്ച് ചെയ്യാനായി ഷി ഏർപ്പാടാക്കിയതായിരുന്നു അയാളെ. റൂളിങ്ങിന് സിമാജിയാവോയെ സഹായിച്ചതിൽ പങ്കുണ്ടെന്ന് തോന്നുന്നില്ല, അങ്ങനെയാണ് അവളുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാവുന്നതെന്നൊക്കെ ആ സ്പൈ തിരിച്ചു എന്ന് ഷിയോട് റിപ്പോർട്ട് ചെയ്യുന്നു. സാങ്ലാൻ അങ്ങോട്ടേക്ക് എത്തിയ കാര്യവും സാങ്ലാൻ തങ്ങളുടെ എന്തെങ്കിലും ഫ്ലോ കണ്ടുപിടിക്കാൻ ഒരു ശ്രമം നടത്തുന്നതിനെക്കുറിച്ച് സംസാരിച്ച കാര്യവും അയാൾ പറയുന്നു. സാങ്ലാനെ എന്തെങ്കിലും ചെയ്യണോ എന്നും അയാൾ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴൊന്നും ചെയ്യേണ്ട, റൂളിങ്ങിനെ കൊണ്ട് ഇനിയും നമുക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ട് തൽക്കാലം അവരെ വാച്ച് ചെയ്താൽ മാത്രം മതിയെന്ന് ഷി അറിയിക്കുന്നു. തിങ്ങാൻ കുറേ സമയം കഴിഞ്ഞാണ് ഉണർന്നത്. ഉണരുമ്പോൾ സിമാജിയാവോ അവളുടെ അടുത്ത് തന്നെ ഇരിപ്പുണ്ട്. അവളുടെ കണ്ടീഷൻ എങ്ങനെയുണ്ടെന്ന് അവൻ ചോദിച്ചപ്പോൾ അവനെ പറ്റിക്കുന്നതിന് വേണ്ടി എനിക്ക് തലവേദനിക്കുന്നു, കഴുത്ത് വേദനിക്കുന്നു, കൈ വേദനിക്കുന്നു എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. സിമാജിയാവോ അത് ശരിക്കും വേദനിച്ചിട്ട് തന്നെ ആയിരിക്കും അവൾ പറയുന്നതെന്ന് കരുതി അവിടെയൊക്കെ പിടിച്ചു നോക്കുന്നു. അപ്പോഴാണ് അവനെ പറ്റിക്കുകയാണെന്ന് അവൾ പറഞ്ഞത്. എന്തായാലും അവൾ ഓക്കെ ആണെന്ന് പറഞ്ഞപ്പോൾ അവന് ആശ്വാസമാവുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് തിങ്ങാൻ ചുറ്റും ശ്രദ്ധിക്കുന്നത്. ഇതുവരെ പരിചയമില്ലാത്ത ഒരു സ്ഥലത്താണ് വന്നിരിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലാവുന്നു. അങ്ങനെ അവൾ അതിനെപ്പറ്റി അവനോട് ചോദിക്കുന്നു. മുമ്പ് രൂപം മാറിയതുപോലെ സിമാജിയാവോ ഇപ്പോൾ അവളെ മറ്റൊരു രൂപത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഫെങ്ഹുവ എന്ന സിറ്റിയിലാണ് അവരിപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത്. അവിടുത്തെ സിറ്റിയുടെ ഭരണാധികാരിയായ ലുയോങ് ആണ് അവളിപ്പോൾ. മാസ്റ്റർ ഷിയുടെ തന്നെ കൺട്രോളിലുള്ള ഒരു ഷീ കുടുംബമാണ് ഇതും. പക്ഷേ വളരെ ഒഴിഞ്ഞ ഭാഗത്താണ് ഈ സിറ്റി ഉള്ളത്. അതുകൊണ്ട് തന്നെ ഷീക്ക് അവളെ പറ്റി അങ്ങനെ അറിയാമെന്നൊന്നും തോന്നുന്നില്ല. കുറേ കൺസോർട്ടുകളൊക്കെ ആയിട്ട് അവൾ അവിടെ സുഖമായി താമസിക്കുകയാണ്. അതുകൊണ്ട് ആ രീതിയിലൊന്ന് പെരുമാറിക്കളയാം എന്ന് കരുതി അവൾ സിമാജിയാവോയെ ബെഡിലേക്ക് കിടത്തി അവനെ കിസ് ചെയ്യുന്നു. ഈ സമയത്താണ് നിഞ്ചുവിനെയും കൊണ്ട് ഒരു കൺസോർട്ട് അവളുടെ മുറിക്ക് പുറത്ത് നിന്നെന്ന് അവരെ വിളിച്ചത്. അകത്തുള്ളത് തിങ്ങാനാണെന്ന് കൺസോർട്ടിന് അറിയില്ലല്ലോ. നിഞ്ചു ആണെങ്കിൽ മാഡത്തെ എനിക്ക് പരിചയമുണ്ട്, അവരെ കാണണം, ഞാൻ അവരുടെ ഫ്രണ്ടാണ് എന്നൊക്കെ പറഞ്ഞാണ് വന്നിരിക്കുന്നത്. മറ്റേയാൾ എതിർത്തിട്ടും നിഞ്ചു ഇടിച്ചു കയറി അകത്തേക്ക് ചെല്ലുന്നു. അങ്ങനെ ഇവരുടെ ഈ കിസ് സീൻ രണ്ടുപേരും കാണുന്നുണ്ട്. തിങ്ങാൻ വേഗം എഴുന്നേറ്റ് നിന്ന് നിഞ്ചു തൻ്റെ ഫ്രണ്ടാണെന്ന് സമ്മതിക്കുന്നുണ്ട്. ഇവനെ കാണാൻ ഒട്ടും ഭംഗിയില്ല, വളരെ പരുക്കൻ സ്വഭാവമാണ്. ആ ബെഡിൽ കിടക്കുന്ന ആളുടെ അത്ര പോലും സുന്ദരനല്ല. പിന്നെ എന്തിനാണ് ഇങ്ങനെയുള്ളവന്മാരുമായി
ഫ്രണ്ട്ഷിപ്പ് കൂടുന്നതെന്ന് മറ്റേ കൺസോർട്ട് അവളോട് ചോദിക്കുന്നുണ്ട്. ഇത് എൻ്റെ ഫ്രണ്ടല്ല, എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാണ്. പിന്നെ നീ പറഞ്ഞതുപോലെ ഈ ബെഡിലിരിക്കുന്ന ആളുടെ അത്ര സൗന്ദര്യമൊന്നും അവനുമില്ല എന്ന് തിങ്ങാൻ തന്നെ സമ്മതിക്കുന്നുണ്ട്. മറ്റേ കൺസോർട്ട് സിമാജിയാവോ അവളുടെ പുതിയ ഇഷ്ടക്കാരനായിരിക്കും എന്ന ധാരണയിൽ അവനോട് എഴുന്നേറ്റ് പോയി അവളുടെ മുഖം കഴുകാനുള്ള വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വരാൻ ഓർഡർ നൽകുന്നുണ്ട്. അതൊന്നും ചെയ്യാതെ അവൻ ബെഡിൽ തന്നെ ഇരിക്കുന്നതിന് പണിഷ്മെൻ്റായി അവനെ നാളെ തന്നെ നാട് കടത്തും എന്നും അയാൾ പറയുന്നു. പക്ഷേ തിങ്ങാൻ അതിനെ എതിർത്തിട്ട് സിമാജിയാവോയെ തൻ്റെ അടുത്തേക്ക് ചേർത്ത് പിടിക്കുന്നു. അവൻ അങ്ങനെയുള്ള ജോലികളൊന്നും ചെയ്യേണ്ട ആവശ്യവുമില്ല എന്ന് അവൾ പറയുന്നു. എന്നിട്ട് അയാളെ മുറിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നുണ്ട്. അയാൾ പോയി കഴിഞ്ഞപ്പോൾ 3 പേരും കൂടി ചിരിക്കുന്നു. നിഞ്ചു ഇങ്ങനെ ചിരിക്കുന്നൊക്കെ ഉണ്ടെങ്കിലും അവൻ നല്ല വിഷമത്തിലാണെന്ന് സിമാജിയാവോയ്ക്ക് മനസ്സിലാകുന്നു. അതുകൊണ്ട് തന്നെ റൂളിംഗ് ചീറ്റ് ചെയ്ത് ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. അവൾ നിൻ്റെ ഫ്രണ്ടാണെങ്കിലും ആത്മാർത്ഥതയുള്ളവളായിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യില്ലായിരുന്നു. നിനക്ക് ജീവിത രീതികളെക്കുറിച്ച് പഠിക്കാനൊരു മാസ്റ്റർ ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഞാൻ മറ്റാരെങ്കിലും അറേഞ്ച് ചെയ്യാൻ ശ്രമിക്കാം എന്നൊക്കെ സിമാജിയാവോ അവനെ സമാധാനിപ്പിക്കാനായി പറയുന്നു. പക്ഷേ ഇനി വേറെ ഒരു മാസ്റ്ററുടെയും ആവശ്യമില്ല, അവനെ മാത്രം തൻ്റെ മാസ്റ്ററായി കാണാനാണ് ഇനി ഉദ്ദേശിക്കുന്നതെന്ന് നിഞ്ചു പറയുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും റൂളിങ്ങിൻ്റെ കാര്യത്തിൽ അവന് നല്ല വിഷമമുണ്ട്. അതുകൊണ്ട് തന്നെ അവനെ ഒന്ന് ചിറപ്പ് ചെയ്യുന്നതിന് വേണ്ടി പുറത്ത് ഷോപ്പിങ്ങിന് കൊണ്ടുപോകാമെന്ന് തിങ്ങാൻ പറയുന്നു. പക്ഷേ ഇപ്പോൾ അവളെയും കൊണ്ട് അത്യാവശ്യമായി മറ്റൊരു സ്ഥലം വരെ പോകാനുണ്ടെന്ന് സിമാജിയാവോ പറയുന്നതിനാൽ താൻ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് നിഞ്ചു പുറത്തേക്ക് പോകുന്നു. അവളെയും കൊണ്ട് പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് സിമാജിയാവോ മാസ്റ്റർ യുവാന് ഒരു സീക്രട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. നേരത്തെ പ്ലാൻ ചെയ്തതുപോലെ കാര്യങ്ങൾ നടപ്പിലാക്കാനായിരുന്നു അവൻ ഓർഡർ നൽകിയത്. അതിനുവേണ്ടി മാസ്റ്റർ യുവാന് കുറച്ച് ദിവസങ്ങൾ തൻ്റെ പാലസിൽ നിന്ന് മാറി നിൽക്കണം. അദ്ദേഹത്തിൻ്റെ മകനെ സിമാജിയാവോ നേരത്തെ രക്ഷപ്പെടുത്തി രഹസ്യമായി അവിടെ താമസിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അവൻ പുറത്തൊന്നും പോവാതെ നോക്കിക്കോണം എന്ന് കാവൽക്കാർക്ക് ഓർഡർ നൽകിയിട്ടാണ് മാസ്റ്റർ യുവാൻ സിമാജിയാവോ നൽകിയ ദൗത്യം പൂർത്തിയാക്കാനായി പുറപ്പെട്ടത്. പക്ഷേ അദ്ദേഹം പോയി അധികം കഴിയുന്നതിന് മുമ്പ് തന്നെ യുവാൻ തൻ്റെ കാവൽക്കാരനെ കബളിപ്പിച്ച് ഷിയെ കൊല്ലുമെന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു.